ഇന്ത്യ ചൈന ബന്ധത്തിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വരാറുള്ളത്. എന്നാൽ അതിലും ഗൗരവമേറിയതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമായ മറ്റൊരു തന്ത്രപരമായ പോരാട്ടം അതിർത്തിക്കപ്പുറം നടക്കുന്നുണ്ട്. അത് നദീജലത്തെ ചൊല്ലിയുള്ള പോരാട്ടമാണ്. ഹിമാലയൻ പർവ്വത നിരകളിൽ യാലുങ് സാങ്പോ നദിക്ക് കുറുകെ ചൈന ഒരു ഭീമാകാരമായ ഡാം പണിയാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ്. ചൈനയുടെ ഈ നീക്കം കേവലം ഒരു ഡാം നിർമ്മാണമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഇത് നദീജലം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ ഈ നീക്കത്തിന് ശക്തമായ ഒരു മറുപടിയുമായി നമ്മുടെ ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുന്നു. അതെ, വെറും ഒരു മറുപടിയല്ല, ഒരു ശക്തമായ പ്രതിരോധം. അരുണാചൽ പ്രദേശിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡാം ദിബാങ് മൾട്ടിപർപ്പസ് പ്രൊജക്ട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് വെറും ഒരു ഡാം അല്ല, ചൈനയുടെ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ കൈവശമുള്ള ഒരു വാട്ടർ ഷീൽഡ് ആണ്. ഇന്ത്യ ചൈന ബന്ധത്തിലെ സമീപകാല സംഘർഷങ്ങൾക്ക് ശേഷം ഈ ഡാം പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുകയാണ്. ചൈനയുടെ ഡാം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയുടെ ദിബാങ് പദ്ധതി എങ്ങനെയാണ് ഒരു പ്രതിരോധമായി മാറുന്നത്? ഈ പ്രൊജക്ടിന്റെ സാമ്പത്തികവും പാരിസ്ഥിതികവും തന്ത്രപരവുമായ പ്രാധാന്യം എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉത്തരം കണ്ടെത്താം. ടിബറ്റൻ പീഠഭൂമിയിലെ കൈലാഷ് പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന യാലുങ് സാങ്പോ നദി അരുണാചൽ പ്രദേശിൽ സിയാങ് എന്നും പിന്നീട് അസമിൽ ബ്രഹ്മപുത്ര എന്നും അറിയപ്പെടുന്നു. ഈ നദി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജീവനാഡിയാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം, കൃഷി, സമ്പദ് വ്യവസ്ഥ എന്നിവ ഈ നദിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെയാണ് ചൈനയുടെ ഡാം പദ്ധതി ഇന്ത്യക്കൊരു വലിയ ആശങ്കയായി മാറുന്നത്. ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ആശങ്ക നദീജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ചൈനയുടെ കഴിവാണ്. ഒരു ഡാം നിർമ്മിച്ച് നദീജലം തടഞ്ഞു നിർത്താനും പിന്നീട് ഒരു മുന്നറിയിപ്പുമില്ലാതെ അത് തുറന്നുവിടാനും ചൈനയ്ക്ക് സാധിക്കും. ഇത് ഇന്ത്യയിലെ താഴെത്തട്ടിലുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശിലും അസമിലും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകും. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൈന ഈ ഡാം ഒരു വാട്ടർ ബോംബായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഡാം നിർമ്മാണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വൈദ്യുതി ഉൽപാദനം മാത്രമല്ല, നദീജലം ഒരു തന്ത്രപരമായ ആയുധമാക്കി മാറ്റുക എന്നാണ്. പല അന്താരാഷ്ട്ര വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിനെ സംബന്ധിച്ച്. രണ്ടാമത്തെ ആശങ്ക നദിയിലെ ജലനിരപ്പ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായാൽ സിയാങ്, ബ്രഹ്മപുത്ര നദികൾ ഗണ്യമായി വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിനും പ്രദേശത്തെ ആവാസ വ്യവസ്ഥയ്ക്കടക്കം വലിയ ഭീഷണിയാണ്. മത്സ്യസമ്പത്ത് കുറയുന്നത് മുതൽ അവിടുത്തെ ഭൂപ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നതിന് ഇത് കാരണമാകും. ഇത് കേവലം ഒരു പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, ജനങ്ങളുടെ ഉപജീവനത്തെയും ഇത് സാരമായി ബാധിക്കും. ഇന്ത്യയിലെ മിക്ക നദികളും അതിർത്തി കടന്നു വരുന്നവയായതുകൊണ്ട് തന്നെ നദീജലം പങ്കുവെക്കുന്നതിനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ ഉടമ്പടികളില്ല. ഇത് ചൈനയ്ക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നദിയിലെ ജലം കൈകാര്യം ചെയ്യാൻ അവസരം നൽകും. ഇന്ത്യ ഈ ആശങ്കകൾ ചൈനയെ അറിയിച്ചിരുന്നു. എന്നാൽ നദിയിൽ ഡാം പണിയാൻ തങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട് എന്നാണ് ചൈന ഇതിന് മറുപടി നൽകിയത്. നയതന്ത്രപരമായ ചർച്ചകൾ പലപ്പോഴും ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനായി സ്വയം തയ്യാറെടുക്കുന്നത്. ചൈനയുടെ നീക്കങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടിയാണ് ദിബാങ് മൾട്ടിപർപ്പസ് പ്രൊജക്ട്. 2880 മെഗാവാട്ടിന്റെ ഈ മെഗാ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം തറക്കല്ലിട്ടതിന് പിന്നാലെ 17,069 കോടി രൂപയുടെ ആഗോള ബിഡ് ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കരാർ പ്രകാരം 91 മാസത്തെ സമയപരിധിയോടെ 2032ഓടെ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരാം. ഇത് വെറും വൈദ്യുതി ഉൽപാദനത്തിനായുള്ള ഒരു ഡാം അല്ല. ഇത് രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ വൈദ്യുതി ഉൽപാദനവും വെള്ളപ്പൊക്ക നിയന്ത്രണവുമാണ്. ചൈനീസ് ഡാമിൽ നിന്നും അപ്രതീക്ഷിതമായി വെള്ളം തുറന്നുവിട്ടാൽ അത് ദിബാങ് അണക്കെട്ട് തടഞ്ഞു നിർത്തും. ഇതൊരു ബഫറായി പ്രവർത്തിക്കും. അതായത് താഴെത്തട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നുള്ള ഒരു വലിയ മതിലാണിത്. ഡാമിന്റെ സംഭരണശേഷി ഉപയോഗിച്ച് പെട്ടെന്നുള്ള ജലപ്രവാഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഇത് വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കും. അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാങ് വാലി ജില്ലയിലെ ദിബാങ് നദിയിലാണ് ഈ ഡാം നിർമ്മിക്കുന്നത്. സിയാങ് നദി യാലുങ് സാങ്പോയുടെ പ്രധാന പോഷക നദിയായ ദിബാങ് നദിയുമായി ലയിച്ചാണ് ബ്രഹ്മപുത്രയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ദിബാങ് നദിയിലെ ഈ ഡാം ചൈനീസ് ഡാമിൽ നിന്നുള്ള ഏത് ആഘാതത്തെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യയെ സഹായിക്കും. ഈ പദ്ധതി ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷയ്ക്ക് എത്രത്തോളം നിർണായകമാണെന്ന് ഇത് വ്യക്തമാക്കും. ദിബാങ് ഡാം പദ്ധതി ഒരു ദിവസത്തെ തീരുമാനമല്ല, വർഷങ്ങളായി ഇന്ത്യയുടെ പരിഗണനയിലുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. പദ്ധതിയുടെ തുടക്കം 2008 സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയാണ് ദിബാങ് മൾട്ടിപർപ്പസ് പ്രൊജക്ട് അംഗീകരിച്ചത്. പക്ഷേ വിവിധ കാരണങ്ങളാൽ പദ്ധതിയുടെ നിർമ്മാണം വൈകി. ഇതിനിടെ പദ്ധതിയുടെ ചെലവ് വർദ്ധിക്കുകയും 2019 കേന്ദ്ര സർക്കാർ വീണ്ടും പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിക്കുകയും ചെയ്തു. ചൈന
ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഡാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് ഒരു ഉണർത്തുപാട്ടായി മാറി. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം അതിർത്തിയിലെ തർക്കങ്ങൾക്കൊപ്പം തന്നെ ജലവിഭവത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു. ഇതേ തുടർന്ന് പദ്ധതിക്ക് വേഗം കൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 മാർച്ചിൽ ഇതിന്റെ തറക്കല്ലിട്ടതിനു ശേഷം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും NHPC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജയ് കുമാർ സിംഗും പദ്ധതിയുടെ പുരോഗതി നേരിട്ട് വിലയിരുത്തി. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാന നയപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. നയതന്ത്ര തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഭൗതികമായ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ പ്രതിരോധം തീർക്കുക എന്ന നയം ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടങ്ങൾ ദിബാങ് മൾട്ടിപർപ്പസ് പ്രൊജക്ട് വെറുമൊരു പ്രതിരോധം മാത്രമല്ല, ഇന്ത്യയുടെ വികസന കുതിപ്പിന് നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടിയാണ്. 278 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ആയിരിക്കും. ഇതിന് പ്രതിവർഷം 11,223 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വലിയ സംഭാവന നൽകും. 31,875 കോടി രൂപയുടെ ഈ പദ്ധതി അരുണാചൽ പ്രദേശിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവരും. നിർമ്മാണ ഘട്ടത്തിലും അതിനുശേഷവും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. എല്ലാ വർഷവും അരുണാചൽ പ്രദേശിന് 700 കോടി രൂപയുടെ സൗജന്യ വൈദ്യുതിയും ലഭിക്കും. ഇത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടുമാണ്. ദിബാങ് ഡാം ചൈനയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്കൊരു തന്ത്രപരമായ മേൽക്കൈ നൽകുന്നു. ഇത് നദീജലത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും ഇന്ത്യയുടെ സ്ഥാനം ശക്തമാക്കുന്നു. 2032ഓടെ ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈന അവരുടെ ഡാം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കുക എന്നത് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് ദിബാങ് നദി. ഇത് പാണ്ഡുവിലെ ബ്രഹ്മപുത്ര നദിയുടെ വാർഷിക ഒഴുക്കിന്റെ 7% സംഭാവന ചെയ്യുന്നു. ഈ പദ്ധതിയിലൂടെ നദീജലത്തിന്റെ ശാസ്ത്രീയമായ വിനിയോഗവും സംരക്ഷണവും സാധ്യമാകും. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന് സഹായിക്കും. ചൈനയുടെ ഡാം പദ്ധതിക്ക് ശക്തമായ ഒരു മറുപടിയായി ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെയും ജനങ്ങളുടെ സുരക്ഷയെയും സംരക്ഷിക്കാനുള്ള ഉറച്ച നിലപാടാണ്. ദിബാങ് മൾട്ടിപർപ്പസ് പ്രൊജക്ട് ഒരു പ്രതിരോധ സംവിധാനം മാത്രമല്ല, ഇന്ത്യയുടെ വളർന്നു വരുന്ന ശക്തിയുടെയും വികസനത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ തങ്ങളുടെ തന്ത്രപരമായ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നയതന്ത്രപരമായി മാത്രമല്ല, സാങ്കേതികമായും അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും ഇന്ത്യ ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇത് ഭാവിയിലെ ഏതൊരു ഭീഷണിയെയും നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഈ വിഷയം സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡാം പദ്ധതികൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾ കരുതുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.